അവർ ഈ സ്ഥാനങ്ങൾ മുഖ്യമന്ത്രിമാർ, ദേശീയ നേതാക്കന്മാർ അവരുടെയൊക്കെ പേരിടുന്നത്. ഇപ്പം EMSന്റെ പേരിട്ട് ആരെങ്കിലും വല്ല പരാതിയും പറഞ്ഞു? എത്ര സ്ഥാപനങ്ങൾ EMSന്റെ? അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ആളാ. പട്ടം താണുകള സാറ് മുഖ്യമന്ത്രിയായിരുന്ന ആളാ. CH വേന മുഖ്യമന്ത്രിയായിരുന്ന ആളാ. കെ കരുണാകരൻ, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിമാരായിരുന്ന ആൾക്കാരാ. അതും മറ്റേ ഈ ബാനർ വലിച്ചു കെട്ടി റോഡ് തടസ്സപ്പെടുത്തി ഭക്ഷണം വിതരണം ചെയ്യുന്നതുമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഇപ്പോൾ ഉള്ളതിനൊന്നും ഞങ്ങൾ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. പരാതി കിട്ടിയാൽ മാത്രം നടപടി ചെയ്യും. പിന്നെ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. അതായത് അവിടെ ഞാൻ പറയാം, അവിടെ ഇതുകൊണ്ട് ഈ രണ്ടു കൂട്ടർ ഒന്നായതിന്റെ കാരണം എന്താ അറിയോ? അവിടെയുള്ള ഈ ലാബിൽ, ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ലാബിൽ അവിടെ ഈ ഒരു സംവിധാനമുണ്ട്, റീഏജന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഷുഗർ, പ്രഷർ ഇതൊക്കെ പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഇതാണ് അതിന്റെ ഒരു സൊല്യൂഷൻ. അപ്പോ അത് വാങ്ങുന്നില്ല. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അടുത്തുള്ള 2 പ്രധാന സ്വകാര്യ ലാബുകളിൽ അവിടുന്ന് കുറി കൊടുക്കുക, അവിടെ ടെസ്റ്റ് ചെയ്ത് വരാൻ. ആ ലാബ് ആരാ നടത്തുന്നത് നിങ്ങൾ അന്വേഷിച്ചാൽ മതി, ഞാൻ ആരും പേര് പറയുന്നില്ല. ഈ 2 ലാബുകൾ ലക്ഷങ്ങൾ ലാഭെടുക്കുക. അത് തടഞ്ഞതാണ് ഈ പ്രകോപനത്തിന് മുഴുവൻ കാരണം. അല്ലാണ്ട് പൊതിച്ചോറ് ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല. ഈ റീചാർജ് ചെയ്യാനെടുത്ത തീരുമാനം പലരെയും അലോസരപ്പെടുത്തുന്നുണ്ട്. ഇനി പുറത്ത് കൊടുക്കരുത് എന്ന് കർശനമായി, അവിടെ തന്നെ ലാബുണ്ട്, ആ ലാബിൽ പരിശോധിച്ചാൽ മതി. അതിനാവശ്യമുള്ള സംവിധാനം ഒരുക്കാൻ മിഞ്ഞാന്ന് തീരുമാനമെടുത്തു. അത് നിങ്ങൾ അന്വേഷിച്ചാൽ മതി, ഞാൻ പറയുന്നില്ല. നിങ്ങൾ അന്വേഷിച്ചോ. അതിന്റെ ആരാണ് അതിന്റെ നിയന്ത്രണം, അവർക്ക് എത്ര ലാഭം കിട്ടും, നിങ്ങൾ അതും കൂടെ നോക്കണ്ടേ. ഇത് മാത്രം പറഞ്ഞാൽ മതിയോ? അതും കൂടെ നോക്ക്. ഇപ്പോ ആശുപത്രികളിലൊന്നും ഈ പറഞ്ഞ രാഷ്ട്രീയത്തിന്റെ പ്രവർത്തനങ്ങൾ പാടില്ല, കുടിവെച്ച് ഭക്ഷണം വിതരണം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. നമ്മൾ ആശുപത്രികൾക്ക് ഈ പറഞ്ഞ രാഷ്ട്രീയ നേതാക്കളുടെ പേരിടുന്നത് പോലും അങ്ങനെയാണെങ്കിൽ ഒഴിവാക്കപ്പെടേണ്ടതല്ലേ എന്ന ചോദ്യം. അവർ ഈ സ്ഥാനങ്ങൾ മുഖ്യമന്ത്രിമാർ, ദേശീയ നേതാക്കന്മാർ അവരുടെയൊക്കെ പേരിടുന്നത്. ഇപ്പൊ EMSന്റെ പേരിട്ട് ആരെങ്കിലും വല്ല പരാതിയും പറഞ്ഞു? എത്ര സ്ഥാപനങ്ങൾ EMSന്റെ? അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ആളാ. പട്ടം താണുകള സാറ് മുഖ്യമന്ത്രിയായിരുന്ന ആളാ. CH വേന മുഖ്യമന്ത്രിയായിരുന്ന ആളാ. കെ കരുണാകരൻ, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിമാരായിരുന്ന ആൾക്കാരാ. അതും മറ്റേ ഈ ബാനർ വലിച്ചു കെട്ടി റോഡ് തടസ്സപ്പെടുത്തി ഭക്ഷണം വിതരണം ചെയ്യുന്നതുമായിട്ട് വല്ല ബന്ധമുണ്ടോ? പിന്നെ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ ഇവർക്ക് എന്താ മറ്റേ ഭക്ഷണം കൊടുക്കുന്നതിലൊക്കെ വലിയ ഉദാര സമീപനാണല്ലോ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ചൂരൽമലയിൽ ഉരുൾപൊട്ടി 100 കണക്കിന് ആൾക്കാർ മണ്ണിന്റെ അകത്ത് കിടന്നപ്പോ അവിടെ വന്ന മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് പൊതിച്ചോറല്ല, ഭക്ഷണം പാചകം ചെയ്ത് കൊടുത്തവരായിരുന്നു വൈറ്റ് ഗാർഡുകാർ. എല്ലാ പാർട്ടിക്കാരും അപ്രീഷിയേറ്റ് ചെയ്തവരെ. ഒരു ദിവസം കാലത്ത് അവരവിടുന്ന് പിടിച്ചിറക്കി വിടുക മാത്രമല്ല, ഭക്ഷണ സാധനങ്ങൾ പോലും വലിച്ചെറിഞ്ഞ ഒരു സംഭവം ഉണ്ടായിട്ടല്ലോ. അന്ന് എവിടെ പോയി ഇവരൊക്കെ? പിന്നെ ഇന്നലത്തെ ചാനൽ ചർച്ചയിൽ ചിലരൊക്കെ എന്നെ കുറിച്ചിട്ട് കുറെ പറഞ്ഞു. എനിക്ക് അതിനെ കുറിച്ചിട്ടൊന്നും പറയാനില്ല, ഞാൻ മുമ്പ് നടത്തിയ പ്രസ്താവനകളെ കുറിച്ചൊക്കെ. ഏതായാലും പരനാറി ചെറ്റ തുടങ്ങിയ പ്രയോഗങ്ങൾ ഒരിക്കലും എന്റെ വന്ന് ഇതുവരെ ഉണ്ടായി. ഇത് ഞാൻ പറഞ്ഞല്ലോ, വഴി തടസ്സം എവിടെയെങ്കിലും ഉണ്ട് എന്ന് റിപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടിയാൽ നടപടിയെടുക്കും, ആരാണെങ്കിലും. കോട്ടയത്ത് ഇപ്പോൾ DYFIക്കാരൊക്കെ അവരുടെ ബോർഡ് വെച്ചിട്ട് ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ ഗതാഗതം തടസ്സപ്പെട്ടതായിട്ടോ സ്ഥലം കയ്യേറിയതായിട്ട് പരാതിയില്ല. അവിടെ ആക്ഷൻ ഇല്ലല്ലോ. ആലപ്പുഴയിൽ എന്തുകൊണ്ട് ആക്ഷൻ എടുത്തു?